സംശയം സാറാ. സംശയം സാർ എന്താ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാണ്ടൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് എം എൽ എ പ്രവർത്തനത്തിൽ. കാരണം എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അട്ടപ്പാടിയുടെ അവസ്ഥ പരിതാപകരമാണ്. ഇനി വന്നാൽ മന്ത്രിയാവും എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ മാറ്റം ഉണ്ടാവില്ലേ? പ്രാദേശികത്തിന് ഒരാൾ എടുക്കണ്ടെന്നുള്ള അഭിപ്രായമാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ ടൂ വീലറിലാവുന്ന കാറിലാവുന്ന അല്ല, അപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ. തോന്നുന്ന പോലെ ഭരിച്ചാൽ മതി. വേറെ എന്തൊക്കെ വിശേഷം? എം എൽ എനെ കുറിച്ച് നല്ല അഭിപ്രായം. ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളാണ്. അപ്പൊ നമ്മൾ സംസ്കൃതി നമ്മൾ തെറ്റില്ല എന്ന് പറയാനല്ല. ഒരു ബദൽ റോഡ് ഉണ്ട്, വരും പറഞ്ഞു, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നതാണ്. 10-15 ഒന്ന് മാറുന്നതും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഡെലിവറി കേസ് ചെല്ലുകയാണെങ്കിൽ അത് മണ്ണാർക്കാട് എത്തുന്നതിന്റെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. കരാറുകാരനാണെങ്കിലും എം എൽ എ ഒരു എം എൽ എ അല്ലേ. ഇപ്പൊ റോഡ് മോശ, അത് റോഡുകൾ നല്ലതല്ലേ. മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി ഗൂളിക്കടവാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ താല്പര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സംസ്കൃതിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അട്ടപ്പാടിയിൽ നിന്നല്ല, മൊത്തം പിന്നെ മണ്ണാർക്കാടിന്റെ വികസനം തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ. അട്ടപ്പാടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡ് ഉൾപ്പെടെ ഇനി നമുക്ക് ആവശ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ റോഡാണ്. അട്ടപ്പാടിക്ക് വേണ്ടത് നല്ലൊരു റോഡാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അതിനെക്കുറിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു രീതിയിൽ റോഡ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ. കുഴപ്പമില്ല, നല്ലൊരു സാറാണ്. ആൾക്കാരായിട്ട് പെരുമാറാനും വലിയ ജാടകളൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ നമുക്ക് അട്ടപ്പാടിയിലെ പ്രശ്നം റോഡാണ്. അല്ല, ഇപ്പോ അദ്ദേഹം മാറണം എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അത് എങ്ങനെയാ നിങ്ങൾ കാണുന്നത്? മാറുന്നെന്ന് വെച്ചാൽ എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ ധാരണയില്ല. അല്ല, പുള്ളി കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുഴപ്പമില്ല, ഇപ്പൊ 3 പ്രാവശ്യം ജയിച്ചു, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വികസനങ്ങളും അത് അത്യാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി തുടർന്ന് എന്ത് ചെയ്യുന്ന അറിയില്ല. ചെയ്തിട്ട് അത്യാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിപ്രായം കുഴപ്പമൊന്നുമില്ലല്ലോ. അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. പണ്ട് ഇവിടെ ചെയ്യുമായിരുന്നു, എല്ലാ കാര്യവും ആദ്യം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ കാണാറില്ല. കുഴപ്പമില്ല. എന്നാലും ആള് അദ്ദേഹം മാറണം എന്നുള്ളൊരു താല്പര്യം താങ്കൾക്ക്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് ഞങ്ങളുടെ ആൾക്കാർക്ക് വിജയ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നു ഈ മണ്ഡലത്തിൽ. എം എൽ എ കുറിച്ച് നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. എം എൽ എ പറ്റി ഞാൻ പരാതിയൊന്നും കുറ്റൊന്നും ഞാൻ പറയില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം മാറണം എന്നുള്ളൊരു ആഗ്രഹം താങ്കൾക്കുണ്ടോ? ഇല്ല, എനിക്ക് ആഗ്രഹമൊന്നുമില്ല. എം എൽ എനെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. ഏറ്റവും പെശക് ഈ റോഡാണ്. അദ്ദേഹം 10 വർഷം ഇവിടെ എം എൽ എ ആയിട്ട് ഇരുന്നിട്ട് ഈ റോഡിന്റെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് വളരെ ജനങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നതാണ് ഈ റോഡിൽ. അതുകൊണ്ട് നല്ല അഭിപ്രായമില്ല. ഇപ്പോൾ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇല്ല, വർക്ക് ആനമൂളി വരെ എത്തിയിട്ടില്ലല്ലോ ഇപ്പോഴും. അട്ടപ്പാടി റോഡ് കുഴികൾ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മൾ യാത്രകളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. കോയമ്പത്തൂർ വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അദ്ദേഹം വേറൊരാൾ ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും മറ്റൊരു എം എൽ എനാണ് നമ്മൾ കണക്കാക്കുന്നത്. UDF എം എൽ എ ആണോ? അല്ല, LDF-ന്റെ. താങ്കളൊരു LDF അനുഭാവിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ LDF-ന്റെ ഒരു എം എൽ എ ഇവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. ആള് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം തന്നെ വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അത്തരത്തിലുള്ള ആഗ്രഹം ഉണ്ടോ? നല്ല എം എൽ എ ആണോ? കുഴപ്പമില്ല. സംശയം സാറാ. സംശയം സാർ എന്താ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാണ്ടൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് എം എൽ എ പ്രവർത്തനത്തിൽ. അദ്ദേഹം തന്നെ തുടരുന്നതാണ് ആഗ്രഹം. അതെ, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നു. അട്ടപ്പാടിയുടെ മനസ്സ് അദ്ദേഹത്തോടൊപ്പം. അതെ, കുഴപ്പമില്ല. എല്ലാവരും മര്യാദയുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ എല്ലാം കണക്കിനെയാ, എന്നാലും ഇത് കുഴപ്പമില്ല. എം എൽ എ ആയിട്ടുള്ള രീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഘടന എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ വന്ന് പങ്കെടുക്കുന്നുണ്ട്, പറയേണ്ടത് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയത്രയ്ക്ക് കുഴപ്പമില്ല. മുൻപുള്ള എം എൽ എക്കാട്ടിലും ബെറ്റർ ആണ്. കുഴപ്പമില്ലാത്ത എം എൽ എ. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ റോഡ് മോശ, അത് റോഡുകൾ നല്ലതല്ലേ. എല്ലാം കുണ്ടും കുഴിയും ഉണ്ട്. റോഡ് മോശം, പണി എടുത്തിട്ട് പകുതി ആനമുള്ളി വരെ നിൽക്കുന്നുണ്ട്. റോഡ് വിഷയമല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? ബാക്കിയുള്ള കാര്യം നല്ല ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെ തുടരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ആഗ്രഹമുണ്ട്. അയാൾ തന്നെ തുടരുന്ന ആഗ്രഹം ഇല്ല. ഇതുമാരെല്ലാം നിൽക്കുന്നുണ്ട്. പണി പകുതി നിർത്തി കിടക്കണോ. ആഗ്രഹം ഇല്ല. അത്രയൊക്കെ ഇപ്പൊ പുതിയ ആൾ നിയമത്തിൽ വന്നാൽ നല്ലത്. നമുക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അദ്ദേഹം തന്നെ തുടരണം എന്നുള്ളൊരു അഭിപ്രായം. തീർച്ചയായിട്ടും. എന്താണ് ഇപ്പൊ റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇനിയൊന്ന് മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇനി വന്നാൽ മന്ത്രിയാവും എന്നുള്ളതാണ് ഇപ്പൊ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ മാറ്റം ഉണ്ടാവില്ലേ? അപ്പൊ അദ്ദേഹം തന്നെ തുടരണം.
തുടരണം. പ്രാദേശികത്തിൽ നിന്ന് ഒരാൾ എടുക്കണ്ട എന്നുള്ള അഭിപ്രായമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അട്ടപ്പാടിയുടെ ഒരു മനസ്സ് അദ്ദേഹത്തോടൊപ്പം? അട്ടപ്പാടിയുടെ മനസ്സ് പകുതി ജനങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ പോലും ഒരു 40% ജനങ്ങളും അയാളോട് പിന്തുണയുള്ള ആൾക്കാരാണ്. അട്ടപ്പാടിയുടെ കാര്യത്തിൽ വളരെ വീക്കാണ്. മല കയറിയ പുള്ളിക്ക് അട്ടപ്പാടിയുടെ വികസനത്തെക്കുറിച്ചൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഇവിടുത്തെ റോഡും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ. റോഡല്ലാത്ത മറ്റു കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? മറ്റു വികസനങ്ങളിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, മറ്റൊരാൾ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ മാറ്റം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അതായത് വേറെ മറ്റേ പാർട്ടി ഭരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതായത് CPI-യുടെ ഒരു MLA വരണം എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. CPI-യുടെ അല്ല, അട്ടപ്പാടിക്ക് പരിഗണന കൊടുക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അത്. കാരണം എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അട്ടപ്പാടിയുടെ അവസ്ഥ പരിതാപകരമാണ്. അട്ടപ്പാടിയിൽ നിന്ന് ഒരാൾ വരണം എന്നാണ്. അട്ടപ്പാടിയിൽ നിന്നോ അട്ടപ്പാടിയിൽ നിന്ന് വന്നാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ അട്ടപ്പാടിക്ക് പരിഗണന കൊടുക്കുന്ന ഒരാൾ വന്നാൽ വളരെ നല്ലത്. ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ റോഡാണ് മെയിൻ വിഷയം. ഇതിപ്പോൾ MLA കുറിച്ച് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. നമ്മുടെ റോഡിന് വേണ്ടി അദ്ദേഹം ഒന്നും കൂടി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നുള്ളൂ. റോഡ് കരാറുകാരന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം എന്നാണ് പറയുന്നത്. കരാറുകാരനാണെങ്കിലും MLA ഒരു MLA അല്ലേ, അദ്ദേഹത്തിന് അതിൻ്റെതായ രീതിയിൽ വേണം ചെയ്യാലോ. അപ്പോൾ അദ്ദേഹം മാറണം എന്നുള്ളൊരു അഭിപ്രായം എന്താ? അങ്ങനെ നമ്മൾ പറയുന്നില്ല, അത് പൊതുജനം തീരുമാനിക്കട്ടെ അദ്ദേഹത്തെ. പൊതുജനാണല്ലോ താങ്കൾ ഉൾപ്പെടെ. അല്ല, നമുക്കങ്ങനെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹം ഞങ്ങളുടെ അട്ടപ്പാടിയിലേക്ക് വേണ്ട റോഡിൻ്റെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒന്നും കൂടെ ആക്റ്റീവ് ആകണമായിരുന്നു. കാരണം അദ്ദേഹത്തിന് 15 വർഷം കിട്ടിയതാണ്. 5 വർഷം കാര്യമായിട്ട് അട്ടപ്പാടിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ ജനം വിലയിരുത്തും എന്ന് വിചാരിക്കുന്നു. MLA ഒക്കെ കുഴപ്പമൊന്നുമില്ല. MLA ഒക്കെ നല്ല ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു സ്കൂട്ടി കൊണ്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും കുഴിയിൽ ചാടും. ആ പ്രശ്നം തന്നെ ഉള്ളൂ മെയിനായിട്ട്. അത് കരാറുകാരന്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറയപ്പെടുന്നത്. അതിപ്പോ നമുക്കിപ്പോ കരാറുകാരനാണോ ബാക്കിയുള്ളത്? ഇപ്പൊ നമുക്ക് വിശക്കിനെയും ചോറ് കിട്ടണം. അതിപ്പോ ഹോട്ടലിൽ ഉണ്ടാക്കാഞ്ഞിട്ടാണെന്നില്ല നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം കാണും. ശരിയാണോ? അപ്പൊ അദ്ദേഹം മാറണം എന്നുള്ളൊരു അഭിപ്രായമാണ്. നമുക്ക് മാറണം എന്നൊന്നും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മാറിയ വെച്ച് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ബുദ്ധിമുട്ട് ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഓരോ പിന്നെ കുണ്ടും കുഴി ചാടിയിട്ട് ഇപ്പൊ ഇവിടുന്ന് ഒരു കാറ് കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാൾ അട്ടപ്പാടിക്കാന്ന് വെച്ചിട്ട് ആ കാർ ഓടിക്കാൻ വേണ്ടിയിട്ടും കൂടി അവൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളിന്ന് പറയും. അല്ലാതെ റോഡ് പ്രശ്നമാണ് മെയിൻ. അതന്നെ റോഡ് തന്നെയല്ല. റോഡില്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഇവിടുന്ന് ഡെലിവറി കേസ് ചെല്ലുകയാണെങ്കിൽ അത് മണ്ണാർക്കാട് എത്തുന്നതിൻ്റെ മുമ്പ് പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. ആനമുളി അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കത്ത് അവിടെ എത്തുന്നതിൻ്റെ മുമ്പേ. അത്രയൊക്കെ തന്നെ ഉള്ളു. വേറെ ബാക്കി കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉഷാറാണ്. അതിന് നമുക്ക് വേറെ ഇതൊന്നുമില്ല. നമുക്ക് ഉഷാർ കുറവൊന്നുമില്ല. ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് റോഡ് ഉണ്ടെങ്കിലല്ലേ, ഇപ്പൊ വഴി ഉണ്ടെങ്കിലല്ലേ നടക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ തന്നെ അവിടുന്ന് വണ്ടി, നിങ്ങൾ 2 വീലറിലോ വന്നോ കാറിലോ വന്ന് അല്ല, അപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ. അത്ര പിന്നെ 100 ആൾ ഓക്കെയാണ്. റോഡിൻ്റെ കാര്യത്തിൽ ആള് നല്ല മാർക്ക് 100 കൊടുക്കാം. മറ്റുള്ള റോഡിൻ്റെ കാര്യത്തിൽ MLA ആയിരുന്നു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കരാറുകാരാണല്ലോ ഇത് ചെയ്യേണ്ടത്. അദ്ദേഹം തുടരണം എന്നുള്ളൊരു അഭിപ്രായമാണ്. അദ്ദേഹം തുടരുന്നതിന് കുഴപ്പമില്ല. 10-15 ഒന്ന് മാറുന്നതിനും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. പ്രാദേശിക നേതാക്കൾ വരട്ടെ പുതിയത് എന്നാണ് പറയുന്നത്. പുതിയ UDF-ന്റെ ആളുകൾ വരട്ടെ എന്നാണ് പറയുന്നത്. UDF-ന്റെ ആയാലും LDF-ന്റെ ആയാലും പുതിയ പ്രവർത്തിക്കാൻ പറ്റുന്ന സജ്ജനായ ഒരാൾ വരണം. അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം 100% അയാൾ ഈ 15 വർഷമായിട്ട് നല്ലൊരു 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരാളാണ്. ഒന്ന് പുതുക്കി വരുന്നത് നല്ലതല്ലേ? ഞാൻ പ്രതികരിക്കുന്നില്ല. വേണ്ട താല്പര്യമില്ല. ഇല്ല. MLA കുറിച്ച് ഇപ്പോ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പറയുന്നില്ല. അത്ര മോശമാണെന്നോ അത്ര നല്ലതാണ്? മോശമൊന്നുമില്ല. നമ്മുടെ റോഡിന്റെ അവസ്ഥ ഉണ്ടോ? റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. അട്ടപ്പാടിക്ക് വലിയ കാര്യമായിട്ടൊന്നും മണ്ണാർക്കാട് MLA ചെയ്തിട്ടില്ല. അട്ടപ്പാടിക്ക് താഴത്തേക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ അവരുടെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ താങ്കൾ ആ പാർട്ടി അല്ല? ഞാൻ ആ പാർട്ടിയല്ല. അപ്പൊ താങ്കൾ ഏത് പാർട്ടിയാണ്? ഞാൻ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി. ഇടതുപക്ഷ MLA വരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. വരണം. അതിനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അയ്യോ, ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മളെ അഭിപ്രായം ഉള്ളിയായിട്ട് പറഞ്ഞ് ശരിയല്ല. ഇവിടെ ഇനി ഇലക്ഷൻ ഈ ട്രിപ്പ് നിൽക്കുന്നുണ്ടോ മൂപ്പര്? അത് താല്പര്യമുണ്ടോ താങ്കൾക്ക്? അല്ല, മൂപ്പര് ചിലപ്പോ നിന്ന് ജയിക്കും. കാരണം മണ്ണാർക്കാട് കൂടുതൽ വോട്ടുള്ളതല്ലേ. അട്ടപ്പാടിയിൽ വോട്ടില്ല അദ്ദേഹത്തിന്. ലേശം കുറവുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. വേറെ എന്തൊക്കെ വിശേഷം?
MLA നല്ലതല്ലേ, നല്ല അഭിപ്രായം എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. അതേ തന്നെ ഇനി വരണമെന്നില്ലാണ്, ഇനി വരുന്നു ഇനിയും MLA ആയിട്ട് വരണം എന്നുള്ളതാണ് ആഗ്രഹം. ആഗ്രഹം. കൊള്ളാം, കുഴപ്പമില്ല. MLA കുറിച്ച് നല്ല അഭിപ്രായം. അവര് ഇനി MLA ആയിട്ട് വരണം എന്നുള്ളതാണ്. ഇനി MLA ആയിട്ട് വരണം, നാട്ടിന് നല്ലത് ചെയ്യണം. വേറെ ആൾ ഇനി വേണ്ട മണ്ണാർക്കാട്, വേണ്ട. അട്ടപ്പാടി വേണ്ട, അദ്ദേഹം തന്നെ മതി. മതി. MLA കുഴപ്പമില്ല, നല്ല മനുഷ്യൻ. അദ്ദേഹം തന്നെ മതി ഇനി. MLA തന്നെ മതി. വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? MLA വന്നാലേ ഈ നാട്ടിൽ ഇത് ഉണ്ടാവുള്ളൂ. റോഡ് പണിയോ അല്ലെങ്കിൽ ഒരു വീടില്ലാത്തവർക്ക് വീടോ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ശംസുദ്ദീൻ തന്നെ വന്നാലേ കിട്ടുള്ളൂ. സംസ്കൃതല്ലേ? അതെ, അദ്ദേഹം തന്നെ. അതെ, എങ്ങനെയുണ്ട്? എന്തൊക്കെ ഞാൻ പറയാം. നല്ല MLA, അദ്ദേഹം തന്നെ സൂപ്പർ MLA. ഇനി വരണം അതെയോ? ഇനി വരണം. നല്ല അഭിപ്രായം. അദ്ദേഹം തന്നെ ഇനി വരണം. നമുക്കൊരു അഭിപ്രായമില്ല. ഒരഭിപ്രായമല്ല. തോന്നിയ പോലെ ഭരിച്ചാൽ മതി. അല്ല, ഷംസുദ്ദീൻ MLA കുറിച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പുള്ളി കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാനുള്ളൂ. അത് തന്നെ തുടരണമെന്നില്ല ഒരാഗ്രഹം. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ അടുത്ത ഇലക്ഷൻ അല്ലേ, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ള കാര്യം. അതായത് വേറെ ഇടതുപക്ഷം ഭരിക്കണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ജനങ്ങളുടെ കയ്യിലാണുള്ളതെല്ലാം, ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളാണ്. അപ്പോൾ നമ്മൾ സംസ്കൃതി നമ്മൾ തെറ്റില്ല എന്ന് പറയാനല്ല. നമ്മളൊരു 3 വർഷം ടൈമിൽ ഇവിടെ MLA ആയ ആളാണ്. നിലവിൽ നമുക്ക് ഈ റോഡിന്റെ അവസ്ഥ ഭയങ്കര അവസ്ഥയാണ്. അത് കരാറുകാരന്റെ പ്രശ്നം കൊണ്ട് കരാറുകാരന്റെ അവസ്ഥയായാലും MLA അത് നല്ല രീതിയിൽ ഇടപെട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭരണത്തിൽ ഞങ്ങളുടെ MLA തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് ഇത് പറഞ്ഞതാണ്. ഇത് നമ്മുടെ സർക്കാർ നമ്മളെ 10 വർഷം ഇടതുപക്ഷം ഭരിക്കുകയാണെങ്കിലും അത് MLA പ്രസ് ചെയ്ത് എല്ലാ മേഖലയിലും MLA ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയും ചെയ്യുന്നുണ്ട്. അട്ടപ്പാടിക്ക് മാത്രം അതൊരു ഭയങ്കര ദോഷം ചെയ്യുന്നത്. ജനങ്ങളുടെ ഭയങ്കര നമ്മുടെ ഒരു അവസ്ഥകൾ ഇവിടുന്ന് ഒരു ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫസ്റ്റ് ചെയ്യേണ്ട റോഡ് ഇവിടെയാണ്, അട്ടപ്പാടിയാണ്. എന്താ പറയുക, ഇവിടെ ST മേഖലയിലുള്ള ഒരാൾക്കാരാണ്. ഒരു ഹോസ്പിറ്റൽ സംവിധാനം ഇവിടെ ഇല്ല. നമുക്ക് പോകണമെങ്കിൽ പെരിന്തൽമണ്ണ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയി ബന്ധപ്പെടാൻ പറ്റുന്നു. താഴേക്ക് ഇറങ്ങിയാലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ അവസ്ഥകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏറ്റവും കേരളത്തിൽ ചെയ്യേണ്ട ഫസ്റ്റ് റോഡ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിൽ സംസ്കൃതി MLA ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാം. എന്നാലും നമ്മുടെ അവസ്ഥയിൽ നമ്മൾ കാണുന്നത് ഇത് ഭയങ്കര തെറ്റായ ഇതാണ്. അത് MLA സമ്മർദ്ദം ചെലുത്തുന്ന MLA കഴിവാണ്. ഇവിടെ ഒരു MLA പുള്ളിയാണല്ലോ കേരളത്തിന്റെ റോഡാണ്. അത് റോഡ് ഭയങ്കര അവസ്ഥയാണ്. നമ്മുടെ അവസ്ഥ നമുക്ക് അതിന്റെ ദുഃഖങ്ങൾ നമ്മൾ കൊണ്ട ആൾക്കാരാണ്. നമ്മുടെ ഓരോ മക്കളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഗതികെട്ടിട്ടുണ്ട്. നമുക്ക് സീരിയസ് ആയിട്ട് പോകുമ്പോൾ നമ്മളവിടെ നമുക്ക് എത്തിപ്പെടാൻ നമ്മൾ അവിടെ ജീവൻ കിട്ടുമെന്ന് നമുക്കും കൂടി ഉറപ്പില്ലാത്ത അതാണ്. ഫസ്റ്റ് നമ്മുടെ മെഡിക്കൽ സംവിധാനം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് രീതി ഉണ്ടെങ്കിലും നമ്മൾ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ തൃശ്ശൂരോ മെഡിക്കൽ കോളേജിലേക്ക് പോകണം. പരമാവധി റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എളുപ്പം എത്താം. 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് മണ്ണാർക്കാട് എത്താം. അത് എത്താൻ പറ്റുന്നില്ല. അത് 15 വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു ബദൽ റോഡ് ഉണ്ട്, വരും പറഞ്ഞു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അതൊക്കെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ. പിന്നെ മറ്റുള്ള മേഖലയിൽ സംസ്കൃതി ചെയ്തിട്ടുണ്ട് നമ്മുടെ സർക്കാർ മുഖാന്തരം ചെയ്തില്ല എന്ന് പുള്ളി കുറ്റം പറയുന്നത്. റോഡിന്റെ അവസ്ഥ ഭയങ്കര അവസ്ഥയാണ്. അത് ഞങ്ങൾക്ക് അതിന്റെ ദുഃഖം ഞങ്ങൾക്ക് അട്ടപ്പാടിക്കാർക്കുണ്ട്. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലും പ്രാദേശിക വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് ചൂടുപിടിപ്പിക്കുമ്പോൾ ചുരം കയറി അട്ടപ്പാടിയിലെത്തുമ്പോൾ ഇവിടെയുമുണ്ട് പ്രാദേശിക വികാരം. ഇവിടെയുള്ള പ്രാദേശിക വികാരം എന്തെന്നാൽ അട്ടപ്പാടി ചുരം റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും മറ്റുമാണ് ഇവിടെയുള്ള പ്രാദേശിക വികാരം ഉയർന്നു വരുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ വളരെ മികച്ച ഒരു MLA ആണെന്നുള്ള അഭിപ്രായം ഇവിടെ ഉണ്ടെങ്കിലും ഈ അട്ടപ്പാടിയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി വേണമെന്നും ഇവിടെ നിന്നും അട്ടപ്പാടിയെ അറിയുന്ന ഒരു MLA അട്ടപ്പാടിയിൽ മണ്ണാർക്കാട് വേണമെന്നുമുള്ള ഒരു പ്രാദേശിക വികാരം ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്.